നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോയി അവിടെ നമുക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞിരുന്നു. ഇപ്പോ ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും പറയുന്ന ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അതിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. ഒരു പ്രോപ്പർ എഗ്രിമെന്റ് വേണമെന്ന് ഹേമ മാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാര്യം ഒരു എഗ്രിമെന്റും ഇവിടെ നടപ്പാക്കുന്നില്ല. നമ്മളിപ്പോ ഒരു എഗ്രിമെന്റ് ആയിട്ടൊരു നടന്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അവരതിൽ കറക്ഷൻസ് വരുത്തി ആണ് അതിന്റെ മുകളിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാണ് ഓരോ എഗ്രിമെന്റും ചെയ്യാറ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം. ഇവിടെ അമ്മ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ അവര് തന്നെ ഇറക്കിയ എഗ്രിമെന്റ് തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല. നടന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല, നടിമാരുടെ ആക്ടേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ഇവിടെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. അവരുടെ ഇപ്പോൾ WCCയിലെ അംഗങ്ങളുടെ അതുപോലെ പല സിനിമ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെയും പരാതികൾക്ക് പുറമെ ഇപ്പോൾ നിർമ്മാണ കമ്പനിയിലെ അനീതികൾക്കെതിരെ അവിടെ നടക്കുന്ന ചൂഷണത്തിനെതിരെയുമായി ഇപ്പോൾ സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ധാരാളം കാര്യങ്ങളാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. ഈ ചൂഷണത്തിൻ്റെ പലവിധ ആസ്പെക്റ്റ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കേട്ട് നോക്കാം. നടന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല, നടിമാരുടെ ആക്ടേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ഇവിടെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. അവരുടെ ടൈമിംഗ് ആണ് ഇവിടെ. ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, തൊഴിലാളികളായ ആളുകൾ വന്ന് 6 മണി മുതൽ സെറ്റിൽ വന്നിരിക്കുകയാണ്. നടന്മാർ സെറ്റിൽ വരുന്നത് 11 മണിയും 11:30യാണ്. അതുവരെയും ഒരു ജോലിയും ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം. ഇവിടെ തീർച്ചയായിട്ടും ഈ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്ന് എനിക്ക് പറയാനുള്ളത്, ഭയക്കാതെ എല്ലാവരും മുന്നോട്ട് വന്ന് അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പറയേണ്ടത്. താങ്കളെ കൊണ്ട് നിർമ്മാതാവ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടന്മാരെയൊക്കെ വെച്ച് സിനിമ എടുത്ത ഒരാളാണ് എന്നുള്ളൊരു, അപ്പൊ അവര് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നടന്മാരിൽ നിന്ന് പോലും ഈ തരത്തിലുള്ള ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. നമ്മൾ 7 മണി എന്നൊരു സമയം പറഞ്ഞാൽ 6:55 ലാലേട്ടൻ സെറ്റിൽ എത്തുമായിരുന്നു. പക്ഷെ അത് ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇവിടെ സിനിമാ ഫീൽഡിലെ ആക്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമാണ് ഇത് സിനിമയിലെ സെറ്റിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മറ്റ് സിനിമാ പ്രവർത്തകരെ, പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ, നിർമ്മാതാക്കളുടെ എല്ലാ സമയം ഇവർക്ക്, അതായത് കൂടുതലും ആക്ടേഴ്സ് സമയത്ത് വരാതെയും അവർക്ക് തോന്നുമ്പോൾ 4-5 മണിക്കൂർ മറ്റുള്ളവർ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പല പരാതികളും, ഗുരുതരമായ പരാതികളുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പരാതി പറയണം. പേടിച്ചിട്ടാണ് ആരും മുന്നോട്ട് വരാത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള ശക്തമായ ഒരു വാദവും കൂടിയാണ് അപ്പോൾ സാന്ദ്ര തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. പലരായി കാരവൻസിൽ തന്നെയാണ് അവര് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരണം. പോയി വിളിച്ച് പലരായിട്ട് പോയി വിളിച്ച് 10-15 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴാണ് ഓരോ നടന്മാരും കാരവനകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ സ്ത്രീ നിർമ്മാതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഈ കാരവൻ അസോസിയേഷനെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ കാരവൻ അസോസിയേഷനിൽ നിന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അറിയാൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട നടിയാണ് ഈ കാരവനിലുണ്ടായിട്ടുള്ള നടന്മാരും നടിമാരും എല്ലാവരും കൂടുതൽ സമയം കാരവൻസിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇവരെ പല പ്രാവശ്യം ചെന്ന് വിളിച്ചാലേ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ വരുള്ളൂ. അങ്ങനെ അവരുടെ സമയത്തിന് വേണ്ടിയിട്ട് അവരെ കാത്ത് ഇരുന്ന് അവരുടെ സമയം വെറുതെ പോവുകയാണ്. അത് രാവിലെ മുതൽ വർക്ക് ചെയ്യേണ്ടതിന് പകരം കുറച്ച് മണിക്കൂറുകൾ മാത്രം ഇങ്ങനെ ലേറ്റായി വന്ന് ലേറ്റായി ഷൂട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീനും കാരവനിലൊക്കെ പോയിരുന്ന സമയം കളഞ്ഞ് നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുത്തുകയാണെന്നുള്ളതാണ്
ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിനിമാ ലോകത്ത് അഭിനയ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളും, നിർമ്മാണ മേഖലയിലും അതുപോലെ എല്ലാ മേഖലയിലും എല്ലാ അസോസിയേഷനിലും കാര്യങ്ങൾ ഫെയറായിട്ടല്ല നടക്കുന്നത്. സ്ത്രീകളെ ഒരു വിലയുമില്ല. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അവരെ ഒരു പരിഹാസ രൂപേണയാണ് കാണുന്നത്. പവർ ഗ്രൂപ്പ് പിന്നെ നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ അഭിനയ രംഗത്തും എല്ലായിടത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഗുരുതര ആരോപണങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.